അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫിലിപ്പ് മെമ്പർ സാറിനെ കുറിച്ചിട്ടാണ്. സാറിൻ്റെ കേസ് എല്ലാവരും കേട്ട് കാണും. അദ്ദേഹം ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ കൗൺസിലിംഗ് നടത്തിയത്? എന്തുകൊണ്ടാണ് മോട്ടിവേഷൻ സ്പീക്കർ പോലുള്ള അതുപോലെ ഡിപ്ലോമ ചെയ്യുന്ന പല ആൾക്കാരുടെ അടുത്തേക്കും കൗൺസിലിംഗ് പോകുന്നത് ആൾക്കാർ? അത് ചിന്തിച്ചൂടെ? അപ്പം ഒരു പ്രോബ്ലം മനുഷ്യന്മാർക്ക് ഒരു പ്രോബ്ലം വരുമ്പം അത് സൊല്യൂഷനാണ് നോക്കുന്നത്. അപ്പം അതിന് എത്ര സൊല്യൂഷൻ കിട്ടും, അതിന് വിശ്വാസം സ്കില്ലുള്ള ആൾക്കാരുടെ അടുത്തേക്കാണ് പോവുക. ഒരു കൗൺസിലിംഗ് നടത്തണമെങ്കിൽ അതിനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ കാര്യങ്ങളിലേക്ക് മാത്രമേ കൗൺസിലിംഗ് നടത്താൻ പാടുള്ളൂ. മെഡിസിൻ കൊടുക്കുന്നവർക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റുള്ളൂ. അതിനുള്ള ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ വേണം. അല്ലെങ്കിൽ തെറാപ്പി പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ തെറാപ്പി അതിനുള്ള ക്വാളിഫിക്കേഷൻ വേണം. എല്ലാത്തിനും അതിനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്തിന് മനുഷ്യന്മാർ പ്രോബ്ലം വരുമ്പോൾ അതില്ലാത്ത ആൾക്കാരുടെ അടുത്ത് പോകുന്നു എന്നാണ് അവിടെ നമ്മൾ നോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം പ്രോബ്ലം വരുമ്പോൾ അത് പരിഹരിക്കണം എന്നാണ്. അപ്പോൾ ക്വാളിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടാവേണ്ടത് നോളേജ്, എക്സ്പീരിയൻസ്, സ്കില്ല്. ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഈ നോളേജ് അറിയുന്നത് നമുക്ക് അറിവുണ്ടായിട്ട് മാത്രം കാര്യമില്ല. പിന്നെ അതിൽ എന്താണ് എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസിലൂടെയാണ് കുറേ തെറ്റും ശരിയും മനസ്സിലാക്കി പഠിച്ച് സൈക്കോളജിയിൽ തന്നെ പറയുന്നുണ്ട്. ഒരു എത്ര പ്രൊഫഷൻ ആയാലും ചില സമയത്ത് പ്രോബ്ലം വരുമ്പോൾ സൊല്യൂഷൻ ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോളുന്നില്ല. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് പഠിക്കുക. ആ ഒരു കേസിന് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിന് കൂടുതൽ ഫോക്കസ് ചെയ്യുക, കൂടുതൽ പഠിക്കുക വീണ്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യന്മാരാണ് എന്ത് പ്രൊഫഷനായാലും എത്ര ആൾക്കാരായാലും അവിടെ തെറ്റുപറ്റും. മനുഷ്യരാണ് തെറ്റുപറ്റും, സ്വാഭാവികം. അതേത് ഡോക്ടർക്കായാലും എങ്ങനെയായാലും അത് സൈക്കോളജി സ്റ്റഡീസ് തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ അപ്പം എല്ലാ മോട്ടിവേഷൻ സ്പീക്കറും ഇത്തരത്തിലുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് പല കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ കാര്യങ്ങൾ. അവരൊക്കെ തെറ്റുകാരാണോ? ഫിലിപ്പ് സാറ് തെറ്റുകാരാണ് എന്നല്ല പറയുന്നത്, തെളിയിച്ചു വരട്ടെ. ഇന്നത്തെ കാലത്ത് എത്ര തെളിവ് കിട്ടിയാലും അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ തെറ്റുകാരാണെങ്കിൽ അതിൻ്റെ നീതിപരമായിട്ടുള്ള കാര്യങ്ങളിൽ തെറ്റുകാരാണെന്ന് പ്രൂവ് ചെയ്തിട്ട് പറയട്ടെ. തെറ്റുകാരാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം, ആരാണെങ്കിലും. അതിപ്പോൾ അതർവൈസ് മറ്റു പാർട്ടി ആണെങ്കിലും ഈ പാർട്ടി ആണെങ്കിലും ഒരാളെ ഒരു തെറ്റും ചെയ്യാതെ തെറ്റിലേക്ക് നയിക്കാൻ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുള്ളത്. ഒന്ന്, അയാളുടെ സെക്ഷലായിട്ടും മോറലായിട്ടുള്ള കാര്യങ്ങൾ കേസ് പല ആരോപണങ്ങൾ നടത്തിയിട്ട് തളർത്തുക. അതല്ലാതെ അയാളുടെ ചിന്തകൾ, അയാളുടെ തോട്ട് അത് നോർമലല്ല, അയാൾ പറയുന്ന അയാൾ നോർമലല്ല എന്ന് പറഞ്ഞിട്ട് പറയാം. നെക്സ്റ്റ് പറയുന്നത് സോഷ്യൽ ഐസൊലേഷനാണ്. സോഷ്യലായിട്ട് അവർ ഒറ്റപ്പെടുത്തുക. ഇങ്ങനെ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഒരാളെ ഒരു തെറ്റും ചെയ്യാതെ ഒറ്റപ്പെടുത്താൻ, അയാളെ തളർത്താം, അയാളെ ഇല്ലാതാക്കാം. എന്തുകൊണ്ടാണ് ഒരാളെ ഒരു തെറ്റും ചെയ്യാതെ ഒരാളെ ഇല്ലാതാക്കുന്നത്? എന്തുകൊണ്ടാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ട് അയാളെ ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ, തെറ്റ് കണ്ടാൽ അതിനെ പ്രതികരിക്കുമ്പോൾ ശത്രുക്കൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. അതർവൈസ് പിന്നുള്ളത് അയാളുടെ ഉയർച്ച കണ്ട് അസൂയപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അത് കാരണം അയാൾ ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാരെ നമുക്ക് ഇതിലേക്ക് ഇരയാക്കാം. അവിടെ സാറ് തെറ്റുകാരനോ എന്നല്ല പറയുന്നത്, ഓർമ്മയിലുള്ള ആൾക്കാർ. പിന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ, മോട്ടിവേഷൻ ഒക്കെ. ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആകുമ്പം അതിൽ ഒരുപാട് ആൾക്കാർക്ക് അതിലൂടെ സമാധാനം, ലൈഫിൽ പ്രോബ്ലം വരുമ്പോൾ മനസ്സിനൊരു പവറും ശക്തിയൊക്കെ കിട്ടുന്നുണ്ട്. അത് അവരുടെ വാക്കുന്ന. പിന്നെ പിന്നെ വേറെന്ന് പറയാനുള്ളത്, ഈ പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇന്ന ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത് പലരും പറയുന്നുണ്ട്. പബ്ലിസിറ്റി കിട്ടിക്കോട്ടെ, അതിനെന്താ? നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടല്ലേ. ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കുമ്പോൾ ആ മനസ്സ് മാറ്റാൻ, അതുപോലെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട്. ഡ്രഗ്സും കാര്യങ്ങളും വേറെ വേണ്ടാത്ത കാര്യത്തിനൊന്നുമില്ലല്ലോ. പിന്നെ നല്ല കാര്യം ചെയ്യുന്നത്, ഇതിനൊക്കെ വെറുതെ നല്ല കാര്യം ചെയ്യുന്നത്, എല്ലാവർക്കും നല്ല ആളാവാൻ നോക്കുന്നത്, പബ്ലിസിറ്റി നോക്കുന്നത്. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം ഒരു മനുഷ്യൻ നോർമലി ഒരാൾക്ക് നല്ലത് ചെയ്യാം, ചാരിറ്റി പ്രവർത്തനം ചെയ്യാം, പബ്ലിസിറ്റി നേടാം, ഒക്കെ ചെയ്യാം. അത് 2 രൂപത്തിലുണ്ട്. ഒന്ന്, തെറ്റ് ചെയ്ത് അതിനെ മറവിൽ ചെയ്യാം. അതർവൈസ് പ്രോബ്ലം വരുമ്പോൾ, ടെൻഷനിങ് വരുമ്പോൾ അത് റിലീഫാകാൻ വേണ്ടിയിട്ടും മനസ്സിന് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെയുണ്ട്. അപ്പോൾ നോർമലി നല്ല രീതിയിൽ നല്ല ഉദ്ദേശത്തിൽ ചെയ്യുന്ന എത്ര പേരുണ്ട്? അങ്ങനത്തെ ആൾക്കാരെ ഇല്ലാതാക്കണമെന്തിനാ? നമ്മുടെ ഭൂമിയിൽ കുറേ പേരുണ്ട്. അതിൽ കുറച്ച് പേര് മാത്രമേ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുകയോ കാര്യങ്ങൾ ചെയ്യുകയോ. അതിന് വേണ്ടി വർക്ക് ചെയ്യുന്ന കുഴപ്പമില്ല, പക്ഷെ അതിന് മാത്രം വേണ്ടി വർക്ക് ചെയ്യുന്നവരുണ്ട്. അതുപോലെ ഒരു ഗുണം ഉദ്ദേശിക്കാതെ അതിൻ്റെ കൂടെ പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ മാത്രം ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ കാരണം മറ്റുള്ളവർ യാഥാർത്ഥ്യത്തിൽ ജീവിക്കുന്ന, നല്ല രീതിയിൽ ഉദ്ദേശം, നല്ല രീതിയിൽ നെയ്യത്തുള്ള ആൾക്കാർ തളർത്താതെ അവരെ ഇല്ലാതാക്കാൻ നോക്കരുത്. ഇപ്പം കേസ് എന്താണെങ്കിലും കൗൺസിലിംഗ് കാര്യങ്ങളും പ്രോബ്ലം അവിടെ പരിഹരിക്കുന്നില്ലെങ്കിൽ അത് കേസും കാര്യങ്ങളും ഇതിലൂടെ തെളിയിച്ചു വരട്ടെ. അതിന് മുൻവിധി കാര്യങ്ങളും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടും എല്ലാ ഡോക്ടർമാരും ഒരേപോലെയല്ല, എല്ലാ മോട്ടിവേഷൻ സ്പീക്കറും പോലെയല്ല. എല്ലാവരും വർക്ക് ചെയ്യുന്നത് ക്യാഷിന് വേണ്ടിയിട്ടുമുണ്ട്, നല്ല രീതിയിലുമുണ്ട്, അല്ലാതെ ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒരേപോലെ തുല്യരായിട്ട് ഈക്വൽ ഇതിലായിട്ട് കാണരുത്. നന്മ ചെയ്യുമ്പോൾ, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ തെറ്റിനെ ചൂണ്ടി കാണിക്കുമ്പോൾ അവിടെ ശത്രുക്കൾ ഉണ്ടാവും, സ്വാഭാവികമാണ്.